ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നനച്ചുള്ളിപ്പണിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ചെറിയ മക്കളാണ് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ തന്നെ ഞങ്ങളിവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം സമയമൊന്നുമില്ലല്ലോ നോമ്പിന്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നോമ്പൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പൊടിയാട്ട് വീട്ടിലെത്തി. അപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ നനച്ചുള്ളി പണികളൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്താ ആദ്യം തന്നെ ഈ ഒരു റൂമിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ഞങ്ങൾ സ്റ്റോർ റൂമിൽ നിന്നാണ് ഇപ്രാവശ്യം ഞങ്ങൾ നനച്ചുള്ളി പണി എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിൽ ആകെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു തരത്തിലാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഒരു അവസ്ഥ കിടക്കുന്നത്. അപ്പോൾ ഇനി ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് സാധനങ്ങളും ഒരു ഭാഗത്തേക്ക് ഒഴിവാക്കി വെക്കണം. എന്നിട്ടാണ് നനച്ചുള്ളിപ്പണി തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വൃത്തിയാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടെ ബെറ്ററായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു റൂം ക്ലീൻ ആക്കാൻ തുടങ്ങുകയാണെങ്കിൽ തന്നെ അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ആ റൂമിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഒരു ഭാഗത്തേക്ക് ഒഴിവാക്കി വെക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, നല്ലപോലെ ഒന്ന് ഉരയ്ക്കാനും അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ അങ്ങനെ ചെയ്യുമ്പോഴാണ് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ അതാ ആദ്യം അതിൻ്റെ മുകളിലുള്ള പാത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആ റൂം നന്നായിട്ടൊന്ന് മാറാലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട് ഓടിൻ്റെ വീടാണ്. അപ്പോൾ മാറാലൊക്കെ നല്ലപോലെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് തട്ടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ പിന്നെ തട്ടാൻ വൈകിയാലൊക്കെ പിന്നെ നമ്മൾ അടുത്തൊരു തട്ടിലെത്തുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നല്ലോണം വൃത്തിയാക്കാണ്ടാവും. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഒരു നോമ്പിൻ്റെ ഭാഗം കൂടി ആയതുകൊണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ആക്കുന്നത്. അങ്ങനെ അവിടുന്ന് മാക്സിമം പാത്രങ്ങളൊക്കെ ഇപ്പുറത്ത് നമ്മൾ അടുക്കളയിൽ കൊടുന്ന് വെച്ചിട്ട് ഇതാ അവിടെയുള്ള പൊടിയൊക്കെ ഒന്ന് ഇനി അടിച്ചു വരികയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഈ റൂമിൽ 2 മേശകളുണ്ട് കേട്ടോ. അപ്പോൾ അതുമുള്ള സാധനങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണ്. പിന്നെ ഇപ്പോൾ അതാ മാറ്റി വെച്ച സംഭവങ്ങൾ പുറത്തേക്ക് കഴുകാനും വേണ്ടിയിട്ട് പുറത്തേക്കും എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ നമുക്കൊരു പ്ലാനിങ് വേണം. അടുത്തത് എന്ത് ചെയ്യും എന്നുള്ള അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ വിചാരിക്കുന്ന സമയമാകുമ്പോൾ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് തിരിച്ച് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലെത്തൊരു രീതിയിലൊക്കെ പിന്നെ തിരിച്ചത് റെഡിയാക്കി സെറ്റാക്കി വെക്കാനൊക്കെ കഴിയും കേട്ടോ. കുറച്ച് നേരത്തെ ഇതൊക്കെ ഒരു പ്ലാനിങ്ങിൽ തുടങ്ങണം. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക. പിന്നെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. ക്ലീനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുപോലെ ഡെയിലി നമ്മൾ ചെയ്യുന്ന ജോലിയിലാണെന്നുണ്ടെങ്കിലും തന്നെ ഞാനിതുപോലെ തന്നെ ഓരോ പണീൻ്റെ ബാക്കിലായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ റെഡിയാക്കിയിട്ട് നല്ലൊരു അടുക്കും ചിട്ടിയിൽ ഇങ്ങനെ കൊണ്ടെടുക്കണം അങ്ങനത്തെ ഒരു ഇതുള്ളൊരു ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരുവിധം ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് തീർന്ന് കിട്ടലുണ്ട്. പിന്നെ ഇതാ അവിടുന്ന് എടുത്തിട്ടുള്ള ഓരോ പാത്രങ്ങളൊക്കെ പിന്നെ തിരിച്ച് വെക്കുമ്പോഴത്തേന് കഴുകുകയാണ്. അപ്പോൾ അതൊക്കെ കഴുകണത് ഉമ്മ കേട്ടോ. ഉമ്മ ഇപ്രാവശ്യം ഇങ്ങനത്തെ പണികൾക്കൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു കോലത്തിലാണ് നമ്മുടെ അടുക്കള കിടക്കുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് വേണം തിരിച്ചൊന്ന് റെഡിയാക്കി വെക്കാൻ. അപ്പോൾ ഈ ഒരു റൂമൊക്കെ ഞാൻ നല്ലപോലെയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഉരച്ചിട്ടാണ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ചളിയും പൊടിയും ഒക്കെ ഉണ്ടാവും കേട്ടോ. കാരണം നമ്മുടെ വീട് ഓടിൻ്റെ വീടാകുമ്പോൾ തന്നെ ഒരുപാട് ചളിയും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലൊരു സ്ക്രബ്ബറൊക്കെ ഇട്ടിട്ട് നല്ലോണം ഉരച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് തിരിച്ച് പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അതിലേക്ക് ഓരോ സാധനങ്ങൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു തരത്തിലൊക്കെയാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. മുകളിലത്തേതിൽ നമ്മൾ എടുക്കാത്ത പാത്രങ്ങളും താഴെയുള്ളത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെയാണ് കേട്ടോ ഒതുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഇനിയും നനച്ചുള്ളിപ്പണി തുടങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് തുടങ്ങുക. നോമ്പാകുമ്പോഴത്തേന് നമുക്ക് ഒന്നുകൂടി ഒരു ആക്കം കിട്ടും കേട്ടോ, കുറച്ച് നേരത്തെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഫ്രിഡ്ജും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്.